ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ ഇന്ന് അഖണ്ഡനാമമാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. നമുക്കെല്ലാവർക്കും, ഇവിടെയുള്ള എല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു ഡേ ആണ്. ഹായ്, ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നമ്മുടെ അഖണ്ഡനാമം. അത് എല്ലാവർക്കും അങ്ങനെ അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി മണ്ഡലകാലം വരെയാണ് അഖണ്ഡനാമത്തിന്റെ വീഡിയോ ഇടണം എന്നുള്ളത്. കാരണം നമ്മുടെ എല്ലാ സ്ഥലത്തും ഈ അഖണ്ഡനാമൊന്നും ഇല്ല. നമ്മുടെ മലപ്പുറം ജില്ലയിലും അത് ഈ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ തോന്നുന്നു പാലക്കാട് ജില്ലയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കാണിക്കാന്ന്. ദെൻ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ ഐതിഹ്യമൊക്കെ നിങ്ങൾക്ക് കേൾക്കൊണ്ട് അറിയില്ല. ഞാൻ അമ്പലത്തിന്റെ അടുത്താണ്, അതുകൊണ്ട് ചിലപ്പോൾ കേൾക്കാൻ വഴിയില്ല. ഇതിന്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ വീഡിയോ കാണിച്ചിട്ട് പറയാം. ഓക്കെ, വരും. അപ്പോൾ ദേ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന അമ്പലമാണ് ഒരനാടത്ത് ശിവക്ഷേത്രം, ശിവ നരസിംഹമൂർത്തി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി. നമ്മൾ എത്തിയപ്പോൾ തന്നെ 8:30-9 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം തിരക്കുണ്ടായിരുന്നില്ല. രാവിലെയൊക്കെയാണ് നല്ല തിരക്കുണ്ടാവുക കേട്ടോ. അപ്പോൾ പോയപ്പോൾ അവിടെ നിറയെ കച്ചവടക്കാരും ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേ നോക്കിക്കേ, ഇതാണ് കേട്ടോ നമ്മുടെ കളി. പക്ഷേ ഇത് ആളുകൾ കുറവാണ്. പക്ഷേ നിങ്ങളെ രാവിലത്തെ അത് കാണിച്ചു തന്നതാണ്. പക്ഷെ ഞാൻ നൈറ്റ് കാണിച്ചു തരാം. അതാണ് നിങ്ങൾ കാണേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ചായ ഉണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. തിരക്കുണ്ടായിരുന്നില്ല ഈ ഒരു ടൈം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ചായക്ക് നമ്മുടെ എന്തായിരുന്നു, ഇതേപോലെ ഈ ഒരു പഴവും ഇതിനെന്തോ പറയും, പഴം മുന്തിരിയൊക്കെ ഇട്ട് കൽക്കണ്ടൊക്കെ ഇട്ടുള്ള ഒരു സാധനം, നല്ല ടേസ്റ്റ് ആയിരുന്നു. ദെൻ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് റവ ഉപ്പുമാവാണ് കേട്ടോ. റവ ഉപ്പുമാവും കൊള്ളായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. റവ ഉപ്പുമാവും പഴവുമാണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറ്. ഇത് തന്നെയാണ് കേട്ടോ, റവ ഉപ്പുമാവ്, പഴം, പിന്നെ ചായയുടെ കാര്യം പറയേണ്ട, ഒത്തിരി ആളുകൾ വരുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ചായ അവർ ഉണ്ടാക്കുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അമ്പലത്തിലേ അല്ലേ, അത് എപ്പോഴും ഒരു സ്പെഷ്യൽ തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഓരോന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്ന് രാവിലത്തെ ചായ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ടല്ലേ ഷോർട്ട്. ഓക്കെ, അപ്പോൾ ഈ പഴവും റവും ഒക്കെ ഇങ്ങനെ കുഴച്ച് തിന്നുന്നതിൻ്റെ ഒരു രുചി വേറെ തന്നെയല്ലേ. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ അങ്ങനെ? എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. എപ്പോഴൊന്നും കഴിക്കാറില്ല, എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നേരെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് തന്നെ പോയി. കുറച്ച് സമയം അവിടെ ഇരുന്ന് നമ്മുടെ അഖണ്ഡനാമമൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിറങ്ങി കേട്ടോ. നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച്. അപ്പൊ ഇന്നത്തെ ദിവസം ഇതിന്റെ പരിസരത്തുള്ള എല്ലാവർക്കും അമ്പലത്തിൽ നിന്നാണ് ഫുഡ്. രാവിലെ ഫുഡ്, ഉച്ചയ്ക്ക് ഫുഡ്, രാത്രിയൊക്കെ അമ്പലത്തിൽ നിന്ന് തന്നെ ഫുഡ്. അപ്പൊ ഇതിന്റെ ഐതിഹ്യം എന്താന്ന് വെച്ചാല്, നമുക്കറിയുന്നത് എന്താ വെച്ചാൽ, ഈ അഖണ്ഡനാമം നമ്മുടെ അയ്യപ്പൻ മഹിഷീനെ കൊന്നിട്ട് കൊല്ലും. അതായത് മഹിഷി ഭയങ്കര പ്രശ്നക്കാരനായിരുന്നല്ലോ, ആൾക്കാരെ ഉപദ്രവിക്കൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ എന്താണ്, അയ്യപ്പൻ പിറവി എടുത്തിട്ട് മഹിഷീനെ കൊന്നു. ആ കൊന്നതിന്റെ സന്തോഷത്തില് ദേവന്മാർ. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്താണ് ഈ ഒരു ഷോർട്ടിന്റെ ഇടയ്ക്ക്, അതായത് നേരത്തെ ചുരിദാറൊക്കെ ഇട്ട് ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു, ഇപ്പൊ നേരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ്. വേറൊന്നുമല്ല, ഞാൻ ആ പറഞ്ഞതിന്റെ ബാലൻസ്, അതായത് ഐതിഹ്യം പറഞ്ഞ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കുള്ള ഒരു ബാലൻസ് വീഡിയോ എൻ്റെ മിസ്സായി പോയിട്ടുണ്ട്. ഞാനത് എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ വിചാരിച്ചു നിങ്ങൾക്കത് പറഞ്ഞു തരണം എന്ന്. കാരണം വേറൊന്നുമല്ല, എല്ലാവർക്കും അറിയില്ല ഈ ഒരു അഖണ്ഡനാമം എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും ആർക്കും അറിയില്ല. എന്താണ്, അപ്പൊ ഇതിന്റെ ഐതിഹ്യം കൂടി ഞാൻ പറഞ്ഞു തന്നാല് നിങ്ങൾക്കത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. എന്തിനാണ് ഇത് ഇങ്ങനത്തെ ഒരു ആഘോഷം എന്നുള്ളതൊക്കെ അല്ലെ. അപ്പൊ മലപ്പുറം ജില്ല വിട്ട് കഴിഞ്ഞാൽ ഞാനിത് കണ്ടിട്ടില്ല. നമ്മുടെ ഈ ഒരു ഏരിയയിലേക്കാണ് ഇത് കണ്ടിട്ടുള്ളത്. ഈ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര സംഭവമാണ്, ഞങ്ങളുടെ ഒരു വികാരം തന്നെയാണ് കേട്ടോ ഇത്. അത് പറയാണ്ടിരിക്കാൻ വയ്യ, ഭയങ്കര ഇഷ്ടമാണ് അഖണ്ഡനാമം എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ഐതിഹ്യം ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ബാലൻസ് പറഞ്ഞല്ലോ, സോറി, ഞാൻ കുറച്ച് നേരത്തെ ഫസ്റ്റ് ഭാഗം പറഞ്ഞല്ലോ, മാറിപ്പോവാണല്ല. അപ്പോൾ നമ്മുടെ മഹിഷി നിഗ്രഹത്തിനായിട്ട് അവതരിച്ചതാണല്ലോ നമ്മുടെ അയ്യപ്പൻ. അപ്പൊ ഈ മഹിഷി എന്ന് പറയുന്ന അസുരൻ എല്ലാവർക്കും ഭയങ്കര ഉപദ്രവമായിരുന്നു. നമ്മുടെ ജനങ്ങൾക്ക്, ദേവന്മാർക്ക്, സന്യാസിമാർക്ക് എല്ലാവരും കൊല്ലുക, എല്ലാവരും ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. ക്ഷേത്രങ്ങൾ അടിച്ചു തകർക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു മഹിഷി. അപ്പം അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതിന്റെ സന്തോഷത്തിൽ, അതായത് അയ്യപ്പൻ മഹിഷിയെ കൊന്നതിന്റെ സന്തോഷത്തില് നമ്മുടെ അയ്യപ്പന്റെ പ്രജകളും ദേവന്മാരും മനുഷ്യന്മാരും എല്ലാവരും കൂടിയിട്ട്
ആ സന്തോഷത്തിൽ ആഘോഷിച്ച പാടി നൃത്തം ചെയ്തതാണ് നമ്മളിവിടെ അഖണ്ഡനാമമായിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നടുവിൽ നിൽക്കുന്നത്, അതായത് സെൻട്രലിൽ നിൽക്കുന്നത് നാരദനാണ്. നാരദൻ എങ്ങനെ അവിടെ എത്തിയെന്ന് വെച്ചാൽ, നാരദൻ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഒരു ന്യൂസ് റിപ്പോർട്ടറാണല്ലോ. അതായത് ഇവിടെ പറയുന്നത് ന്യൂസ് നമുക്ക് അങ്ങോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നാരദൻ വേണമായിരുന്നു. അപ്പൊ നാരദൻ ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കും, അവിടുന്ന് ഇങ്ങോട്ട് എത്തിക്കും. അങ്ങനെ ന്യൂസ് എത്തിക്കുന്നതിന്റെ ഇടയിലാണ് ഇങ്ങനൊരു ആഹ്ലാദ പ്രകടനം കണ്ടത് നാരദൻ. അപ്പൊ ചെന്ന് നോക്കിയപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ നാരദൻ പറഞ്ഞു, ശരി ഇങ്ങനൊരു സന്തോഷത്തിൽ ഞാനും പങ്കുചേരാം എന്ന് പറഞ്ഞിട്ട് നാരദൻ നടുവിൽ നിൽക്കുകയും ചുറ്റിലും ബാക്കിയുള്ളവര് ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമ, ഈ ഒരു നാമം പറഞ്ഞിട്ട് നൃത്തമാടുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ ഐതിഹ്യം വരുന്നത് കേട്ടോ. അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ ഐതിഹ്യം. സോ ഇത്രയേ ഉള്ളൂ. അപ്പോ ഇതിന്റെ ബാക്കി ഭാഗം നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ. അപ്പൊ ഞാൻ ഇനി ലാസ്റ്റ് വരാം. ലാസ്റ്റ് എൻഡിങ് ഷോട്ട് ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ഈ ലുക്കിൽ തന്നെയായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ എന്തായാലും അത് പോയിട്ട് കണ്ടിട്ട് വരും. ഓക്കെ ഓക്കെ. അപ്പൊ വേറൊരു പ്രത്യേകത എന്താ വെച്ചാല്, നമ്മുടെ ശനിയാഴ്ചകളിലാണ് അത് നടക്കുക. അതായത് സെക്കൻഡ് സാറ്റർഡേ ഓർ ഫോർത്ത് സാറ്റർഡേ നമ്മുടെ മണ്ഡലകാലത്ത്. അപ്പൊ ഇതിന്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാല്, രാവിലെ ഉദയം മുതൽ പിറ്റേ ദിവസം ഉദയം വരെ ഈ നാമം ബുധനാഥസ് നമ്മൾ പാടിക്കൊണ്ടേയിരിക്കും, ആൾക്കാർ കളിച്ചുകൊണ്ടേയിരിക്കും, ഒരു ഗ്യാപ്പില്ല. അപ്പോൾ അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇനി നമ്മള് ഉച്ചയ്ക്കാണ് അമ്പലത്തിൽ നിന്ന് പോകുന്നു. ഇനി ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ചിലപ്പോഴേ വരുള്ളൂ, കാരണം ഭയങ്കര തിരക്കായിരിക്കും. രാത്രി എന്തായാലും നമ്മൾ വരും. അപ്പോൾ ഇനി അപ്പൊ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഇതേ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. നടക്കേണ്ട ദൂരമുള്ളൂ കേട്ടോ, ഒരു 5 മിനിറ്റ് പോലും ഇല്ല അമ്പലത്തിലേക്ക്. അപ്പോൾ ഇതേ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇതേ ഞാൻ വീടെത്തിട്ടോ. ഒരുമാതിരി കോലായിരിക്കും എന്നെ കാണാൻ, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഫ്രണ്ടില്ലേ അവളുടെ വീട്ടിലോട്ട് പോവാം. അവളുടെ അനിയൻ ശബരിമലയിൽ പോയിട്ട് അരവണ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ, അതായത് ഞാൻ ഇവിടെ ഉള്ള സമയത്തും അവൾക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഇപ്പോൾ മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയം ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെമ്പിളിൽ പോകും. ചിലപ്പോഴും ഉച്ചയ്ക്ക് പോകുള്ളൂ, ഇല്ലെങ്കിൽ ഈവനിങ് പോകും. ഓക്കെ. അപ്പോൾ ഇതേ ഞാൻ അവളുടെ വീട്ടിലെത്തി. അപ്പോൾ തന്നെ അവൾ എനിക്കിതേ അരവണയൊക്കെ റെഡിയാക്കി പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അരവണ ഈ പറയുന്ന പോലെ നമ്മൾ മലയാളികൾക്കൊരു വികാരം തന്നെയാണല്ലേ. പക്ഷേ പണ്ട് കഴിച്ച അരവണേൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇപ്പോഴത്തെ അരവണയ്ക്ക് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. മുമ്പുള്ള അരവണയൊക്കെ എനിക്കിപ്പോഴും ഉണ്ട് അതിൻ്റെ ടേസ്റ്റ് വായയിൽ. കാരണം ഭയങ്കര കട്ടിയായിരിക്കും പണ്ടുള്ള അരവണ. ഇത് അത്രയും കട്ടിയില്ല, അതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു അരവണ വന്നിട്ടുള്ളത്. ടേസ്റ്റും പണ്ടത്തെ പോലെയൊന്നുമില്ല. എന്നാലും അരവണ കുറേ കാലത്തിന് ശേഷം കഴിക്കുകയാണ്. അതിനൊരു കൊതി കൊണ്ട് ഞാൻ കഴിച്ചു പോയതാണ്. കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പണ്ടത്തെ അത്ര ടേസ്റ്റ് ഇല്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനും അവളും കൂടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ അരവണയൊക്കെ കഴിച്ച് നേരെ ഞാൻ വീട്ടിലോട്ട് വന്നിട്ട് ഇതേ ഞാൻ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഒരു 3 o'clock കഴിഞ്ഞപ്പോൾ തറവാട്ടിലോട്ട് വന്നു. തറവാട്ടിൻ്റെ മുറ്റത്ത് കുറേ പക്ഷികളുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ പറയുക ഇതിന് പൂത്താങ്കേരി നാട്ടോ, നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് പറയണം. അപ്പോൾ അതതിൻ്റെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ ചുമ്മാ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് എടുത്തു വെച്ചാണേ. അപ്പോൾ ഇതേ രാത്രിയായി, ഒരു 7:30 ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ അമ്പലത്തിലേക്ക് ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ മുടി തന്നെ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. റോസ് ലൈറ്റ് ഉണ്ട്, ഭിക്ഷയ്ക്കുള്ള തിരക്കാണോ അത്? അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ രാത്രിയിലത്തെ ഒരു തിരക്കും കാര്യങ്ങളും ഭംഗിയും ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ. ഞാൻ പറഞ്ഞില്ലേ രാത്രി ഭയങ്കര ക്രൗഡായിരിക്കുമെന്ന്. അപ്പോൾ നമ്മളിതേ അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ, രാവിലെ കണ്ട ആ സ്ഥലമേ അല്ല രാത്രി. ഓക്കെ, നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇതേ ഭിക്ഷ എന്നാട്ടോ പറയുക. ഭിക്ഷ കഴിക്കാൻ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. നല്ല തിരക്കായിരുന്നു. എങ്ങനെയൊക്കെയോ നമ്മൾ ആ തിരക്കിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ കുത്തിത്തിരികി കയറി നമ്മൾ ലാസ്റ്റ് നമുക്ക് സീറ്റ് കിട്ടിയിട്ടോ. അങ്ങനെ സീറ്റ് കിട്ടി നമ്മളിങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ രാത്രിയത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ, എന്തായിരുന്നു രാത്രി കഴിച്ചത് ദൈവമേ, ഓക്കെ, ഗോതമ്പ് ഉപ്പുമാവും പിന്നെ പുഴുക്കും കട്ടൻ കാപ്പി. ആഹാ, എന്താ ടേസ്റ്റ് എന്നറിയാവോ. ഇതൊക്കെ ഒരു നൊസ്റ്റുമാണ് കേട്ടോ ശരിക്കും. പണ്ടൊക്കെ നമ്മൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ എല്ലാ അഖണ്ഡനാമത്തിൻ്റെ സമയത്തും എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ട്, ദൈവം സഹായിച്ച്. ഇനിയും അങ്ങനെ ആയിരിക്കട്ടെ.
ഇപ്പോൾ ഷൂട്ട് ഉണ്ടെങ്കിലും അതിൻ്റെ എന്തോ ഈ ഒരു ടൈമിൽ എനിക്ക് ബ്രേക്ക് ആയിരിക്കും ഷൂട്ടിൻ്റെ. സോ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് വന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ അഖണ്ഡനാമത്തിൻ്റെ ശരിക്കുള്ളൊരു ക്രൗഡും കാഴ്ചകളൊക്കെ കാണിക്കാം, കണ്ടോളൂ. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇത് എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാനും നേരത്തെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽക്ക് ഇത് കണ്ടു വളർന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വലിയൊരു കാര്യമാണ്, ഭയങ്കര ഒരു വികാരം തന്നെയാണെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അതൊക്കെ കണ്ടിരുന്ന് രാത്രി 12 മണിയായിട്ടോ നമുക്ക് ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി വീട്ടിലോട്ട് പോകാമെന്ന്. അപ്പോൾ ഇനി നാളെ രാവിലെ ഉദയത്തോട് കൂടിയിട്ട് നമ്മൾ പീഠം എടുക്കും. അങ്ങനെ ഈ ഒരു ആഘോഷം അവിടെ അവസാനിക്കും. ഇനി അടുത്ത കൊല്ലം മണ്ഡലകാലത്താണ് ഇനി ഇതുണ്ടാവുക. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുഴുവൻ വീഡിയോയും കണ്ടല്ലോ. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഭയങ്കര ക്രൗഡായിരുന്നു. നൈറ്റൊന്നും നിൽക്കാൻ പോലും നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയും ക്രൗഡായിരുന്നു. പിന്നെ ഇത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കാരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ആദ്യം പറഞ്ഞ പോലെ ഇതധികം ആളുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു ജില്ല വിട്ട അതില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് എപ്പോഴും പറയണ്ടല്ലോ. അപ്പോൾ അവർക്കും കൂടി ഒരു അറിഞ്ഞിരിക്കട്ടെ, എല്ലാവരിലേക്കും ഇത് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, ഇനി വേറെ നല്ലൊരു വീഡിയോ ആയിട്ട്, നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇട്ടിരിക്കുന്നത്. ശരിയാവുന്നില്ല, പറയുന്നൊന്നും ശരിയാവുന്നില്ല, ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ എനിക്ക് കുറേ ബാലൻസ് വീഡിയോസ് ഉണ്ടെന്ന് എനിക്കറിയാം. തറവാടിൻ്റെ ഹോം ടൂറ്, ദെൻ ക്വസ്റ്റ്യൻസ് കുറേ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ആൻസർ ചെയ്ത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞ് തന്നെ അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. ഹോം ടൂറും ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് കാരണങ്ങളാൽ അത് ബാക്കി ബാലൻസ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ കൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വേറൊരു പുതിയ വീഡിയോയിലൂടെ ഇനിയും കാണാം. ബൈ.